തണുത്തൊരു ഡൽഹി വിമാനത്താവളം രാവിലെ തിരക്കിൻ്റെ കൊടുമുടിയിലായിരുന്നു. ബിസിനസ് യാത്രക്കാർ ലാപ്ടോപ്പുമായി ഓടി നടക്കുന്നു. കുടുംബങ്ങൾ അവധിക്കാല യാത്രക്കായി ഒരുങ്ങുന്നു. എല്ലായിടത്തും തിരക്ക്. ഈ തിരക്കിനിടയിൽ ലളിതമായ വേഷം ധരിച്ച ഒരു മുതിർന്ന വ്യക്തി മന്ദഗതിയിൽ നടന്ന് എയർലൈൻ കൗണ്ടറിലെത്തി. വെള്ളമുണ്ടും കുപ്പായവും പഴകിയ ഒരു സ്വെറ്ററും, കാലിൽ പഴയ ഒരു ചെരുപ്പ്, കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ ഒരു അച്ചടിച്ച ടിക്കറ്റ്. മുഖത്ത് ശാന്തത, പക്ഷേ കണ്ണുകളിൽ ഒരു ദീർഘയാത്രയുടെ ക്ഷീണം. അദ്ദേഹം കൗണ്ടറിലെ യുവതിയോട് വിനയപൂർവ്വം ചോദിച്ചു, "മോളെ, ഇതെൻ്റെ ടിക്കറ്റാണ്. സീറ്റ് ഉറപ്പായോ? ഞാൻ ജയ്പൂരിലേക്കാണ് പോകുന്നത്." യുവതി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, "ഇവിടെ റെയിൽവേ സ്റ്റേഷനല്ല. ഇവിടെ ഇങ്ങനെ ബോർഡിംഗ് കിട്ടില്ല. ആദ്യം ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യണം." അദ്ദേഹം അല്പം പേടിച്ചുപോയി. "എനിക്കിതൊന്നും അറിയില്ല. ദയവായി ഒന്ന് നോക്കാമോ? എൻ്റെ മരുമകൾ ആശുപത്രിയിലാണ്." അപ്പോൾ അടുത്ത് നിന്ന മറ്റൊരു ജീവനക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇവർക്കാര് ടിക്കറ്റ് തന്നു? ഇവർ ഇങ്ങനെ അലഞ്ഞു നടക്കും. വീട്ടിലേക്ക് പോകൂ. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല." തിരക്കിനിടയിൽ ചിലർ ഇത് കണ്ടെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ചിലർക്ക് തിടുക്കമായിരുന്നു, മറ്റുള്ളവർക്ക് ഇതൊന്നും കാര്യമല്ലായിരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, "ദയവായി ഒരിക്കൽ കമ്പ്യൂട്ടറിൽ നോക്കൂ. ടിക്കറ്റ് ശരിയാണ്." എന്നാൽ യുവതി ടിക്കറ്റ് എടുത്ത് ഒന്നും നോക്കാതെ കീറിക്കളഞ്ഞു. അദ്ദേഹം ഞെട്ടി നിന്നു. കയ്യിൽ കീറിയ ടിക്കറ്റിൻ്റെ പകുതി മാത്രം. മുഖം ഒരു നിമിഷം ശൂന്യമായി. പിന്നെ തല കുനിച്ച് തിരക്കിനിടയിലേക്ക് മറഞ്ഞു. വിമാനത്താവളത്തിൻ്റെ ഗേറ്റിനടുത്തുള്ള ഒരു ബെഞ്ചിൽ അദ്ദേഹം ഇരുന്നു. തണുപ്പിൽ കൈകൾ വിറച്ചു. എന്നാൽ മുഖത്ത് ദേഷ്യമില്ല, ഒരു ശാന്തത മാത്രം. പഴകിയ ഒരു ചെറിയ ഫോണെടുത്ത് മങ്ങിയ സ്ക്രീനിൽ നമ്പർ ഡയൽ ചെയ്തു. ശബ്ദം മന്ദമായിരുന്നു. "ഞാൻ വിമാനത്താവളത്തിലാണ്. ഞാൻ ഭയന്നത് സംഭവിച്ചു. ദയവായി ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയും." കോൾ കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം കണ്ണടച്ചു. അകത്ത് വിമാനത്താവളത്തിൽ അനക്കം തുടങ്ങി. മാനേജർ ജീവനക്കാരെ വിളിച്ചു, "എല്ലാ ബോർഡിങ്ങും നിർത്തൂ. ഫ്ലൈറ്റ് ക്ലിയറൻസ് തടസ്സപ്പെട്ടു. എന്തോ പ്രശ്നമുണ്ട്." കുറച്ച് മിനിറ്റുകൾക്കകം സെക്യൂരിറ്റി മേധാവിന് ഒരു കോൾ വന്നു. DGCAയിൽ നിന്ന്. "ഇന്നത്തെ ഫ്ലൈറ്റുകൾക്ക് വിലക്കുണ്ട്. ഒരു VIP കേസാണ്." ജീവനക്കാർ ആശങ്കയിൽ. "VIP? ആര് പരാതിപ്പെട്ടു?" അപ്പോഴേക്കും ഒരു കറുത്ത കാർ ഗേറ്റിൽ നിന്നു. 3 പേർ ഇറങ്ങി. ഒരു മുതിർന്ന എയർലൈൻ ഉദ്യോഗസ്ഥൻ, ഒരു വ്യക്തിഗത സഹായി, ഒരു സെക്യൂരിറ്റി ഓഫീസർ. ബെഞ്ചിലിരുന്ന ഉയർന്ന വ്യക്തി എണീച്ചു. വിമാനത്താവളത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു. വിമാനത്താവളത്തിൻ്റെ അന്തരീക്ഷം മാറി. കളിയും ചിരിയും നിറഞ്ഞിരുന്ന ഇടം നിശബ്ദമായി. ബോർഡിംഗ് നിന്നു. യാത്രക്കാരോട് സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥ കാരണം ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ മുതിർന്ന വ്യക്തി വീണ്ടും കൗണ്ടറിൻ്റെ മുന്നിൽ വന്നു നിന്നു. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ എയർലൈനിൻ്റെ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. നേരത്തെ അപമാനിച്ച ജീവനക്കാരുടെ മുഖത്ത് വിയർപ്പ്. അദ്ദേഹം ടിക്കറ്റ് കീറി കൗണ്ടറിലേക്ക് നടന്നു. ഒന്നും പറഞ്ഞില്ല. പകരം ഒരു കാർഡ് എടുത്തു. അതിൽ എഴുതിയിരുന്നു, "ശ്രീ അരവിന്ദ് ശേഖർ, മുതിർന്ന പൗരൻ, മുൻ DGCA അധ്യക്ഷൻ." മാനേജർ ഞെട്ടി. DGCA ഓഫീസർ ദേഷ്യത്തോടെ പറഞ്ഞു, "നിങ്ങൾ ഇദ്ദേഹത്തെ അപമാനിച്ചു." തിരിച്ചറിയൽ പരിശോധിക്കാതെ ടിക്കറ്റ് കീറി. യുവതിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കീറിയ ടിക്കറ്റ് വീണു. അരവിന്ദ് ശേഖർ ആദ്യമായി സംസാരിച്ചു. ശബ്ദത്തിൽ വേദന മാത്രം. "ഞാൻ ഉറക്കെ സംസാരിച്ചില്ല. കാരണം ജീവിതത്തിൽ ഞാൻ ഒരുപാട് കണ്ടു. പക്ഷേ ഇന്ന് ഞാൻ മനുഷ്യത്വം എത്ര ശൂന്യമായെന്ന് കണ്ടു. നിങ്ങൾ എൻ്റെ ടിക്കറ്റല്ല, മനസ്സാണ് കീറിയത്." നിശബ്ദത. ചിലർ ഫോണിൽ വീഡിയോ എടുത്തു. എയർലൈനിൻ്റെ മുതിർന്ന മാനേജ്മെൻറ്റ് മുന്നോട്ട് വന്നു. "ക്ഷമിക്കണം, ഞങ്ങളുടെ ടീം മുഴുവൻ മാപ്പ് ചോദിക്കുന്നു." അരവിന്ദ് ശേഖർ പുഞ്ചിരിച്ചു. "നിങ്ങളുടെ മാപ്പ് വസ്ത്രം നോക്കി ആളുകളെ വിലയിരുത്തുന്നവർക്ക് വേണോ? ഞാൻ പോയാലും ഇങ്ങനെ മറ്റൊരാൾ അപമാനിക്കപ്പെടരുത്." തീരുമാനം വേഗത്തിൽ വന്നു. ടിക്കറ്റ് കീറി 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എല്ലാ ജീവനക്കാർക്കും മാനേഴ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള പരിശീലനം നിർബന്ധമാക്കി. DGCA എയർലൈൻസിന് ഒരാഴ്ചത്തെ മുന്നറിയിപ്പ് നൽകി. മറ്റൊരു മുതിർന്ന പൗരനോട് ഇങ്ങനെ പെരുമാറിയ ലൈസൻസ് റദ്ദാക്കും. അരവിന്ദ് ശേഖറിൻ്റെ മുഖം ശാന്തമായിരുന്നു. ആരെയും താഴ്ത്തിക്കെട്ടാതെ ഒരു ശാന്തമായ സത്യത്തിലൂടെ എല്ലാവർക്കും ഒരു കണ്ണാടി കാണിച്ചു. ഗേറ്റിലേക്ക് നടന്നപ്പോൾ ജീവനക്കാരൻ ഓടി വന്നു. "സർ, ദയവായി ഇരിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ലോഞ്ച് ഒരുക്കുന്നു." അദ്ദേഹം പറഞ്ഞു. "വേണ്ട മോനെ, എനിക്ക് തിരക്കിനിടയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അവിടെ മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മുഖം കാണാം."
വിമാനത്താവളത്തിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ ഒരു മൂലയിൽ ഇരുന്ന അദ്ദേഹത്തിന് എല്ലാവരും നോക്കി. ചിലർ ഫോണിൽ അദ്ദേഹത്തിന്റെ പേര് തിരഞ്ഞു. ആരാണ്? തിരഞ്ഞവർ ഞെട്ടി. അരവിന്ദ് ശേഖർ സാധാരണക്കാരനല്ല. മുൻ DGCA അധ്യക്ഷൻ, പല അന്താരാഷ്ട്ര എയർലൈൻസ് പ്രൊജക്ടിന്റെ ഉപദേശകൻ, പത്മഭൂഷൺ ജേതാവ്. എന്നിട്ടും അദ്ദേഹം തന്റെ ലാളിത്യത്തിലാണ് ജീവിച്ചത്. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, സർ, അപമാനം നേരിട്ടപ്പോൾ എന്തിനു മിണ്ടാതെയിരുന്നു? അദ്ദേഹം പുഞ്ചിരിച്ചു. ഒരു കാലത്ത് ഞാൻ യൂണിഫോമിൽ ഇവിടെ ഉത്തരവുകൾ നൽകി. ഇന്ന് ഒരു സാധാരണക്കാരനായി അപമാനം ഏറ്റുവാങ്ങി. ഞങ്ങൾ ഉണ്ടാക്കിയ നിയമം കടലാസുകളിൽ മാത്രമാണോ അതോ ഹൃദയങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇന്ന് മുതിർന്നവർക്ക് ഇപ്പോഴും മാന്യത ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് വന്നത്. അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ചു. നേരത്തെ പരിഹസിച്ച ജീവനക്കാരൻ ഒന്നും മിണ്ടാതെ നിന്നു. അദ്ദേഹം അവനെ വിളിച്ചു. മോനെ, നീ എൻ്റെ ടിക്കറ്റ് കയറി. ഇനി ജീവിതത്തിൽ ആരെയും മാനം കീറരുത്. കസേരകൾ മാറും, പക്ഷേ നിന്റെ ചിന്തയാണ് നിന്നെ മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ ഒരു യന്ത്രമാക്കുന്നത്. ലോഞ്ചിലെ എല്ലാ യാത്രക്കാരും ഒരു പാഠം പഠിച്ചു. ഒരു മുതിർന്ന സ്ത്രീ പറഞ്ഞു, അവർ ഒറ്റയ്ക്കല്ല. അവരോടൊപ്പം അനുഭവം നിന്നു. ബോർഡിംഗ് തുടങ്ങി. വിസ്താര ഫ്ലൈറ്റ് 304 ബംഗളൂരുവിലേക്ക് ഗേറ്റ് 5Bയിൽ. എന്നാൽ ആരും പതിവ് പോലെ തിടുക്കത്തിലല്ല. എല്ലാവരുടെയും കണ്ണുകൾ അരവിന്ദ് ശേഖറിലാണ്. അദ്ദേഹം പഴകിയ ബാഗ് എടുത്ത് ഗേറ്റിലേക്ക് നടന്നു. വഴിയിൽ അപമാനിച്ച മാനേജർ കൈകൂപ്പി. സാർ, മാപ്പ്. അദ്ദേഹം പറഞ്ഞു, മാപ്പ് നൽകാം, പക്ഷെ നിന്റെ വാക്കുകളാൽ തകർന്നവരോട് മാപ്പ് ചോദിക്കൂ. മുതിർന്നവരെ മാന്യതയോടെ നോക്കൂ. ഗേറ്റിൽ എയർലൈൻ ടീം കാത്തുനിന്നു. പൂക്കളുകൾ, VIP കസേര. അദ്ദേഹം പുഞ്ചിരിച്ച് നിരസിച്ചു. ഞാൻ VIP അല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുതിർന്നവർ ഭാരമല്ല, ഈ സമൂഹത്തിന്റെ അടിത്തറയാണ്. കീറിയ ടിക്കറ്റ് നോക്കി നിന്ന ജീവനക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ ചിന്തയുടെ മറ കീറി. മനുഷ്യന്റെ തിരിച്ചറിവ് വസ്ത്രത്തിലല്ല. ഞങ്ങളിന്ന് വലിയൊരു പാഠമാണ് പഠിച്ചത്.